നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഇന്നേ പുതിയൊരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് പുതിയ ആളൊന്നല്ല, എന്നാലും ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. എൻ്റെ അടീനിയത്തിൻ്റെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ കറുത്ത നിറത്തിൽ കാഷ്ടങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അയാൾ വന്നിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ അയാൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ചെടിയിലുണ്ടോ? ആള് ഇപ്പോൾ ഒരു ചെറിയ ഉറക്കത്തിലാണ്, പക്ഷേ ഇല മുഴുവൻ തിന്ന് തീർത്ത് നമ്മളെ ആ ഇലയുടെ അറ്റത്തുള്ള നാമ്പുകളില്ലേ, അതൊക്കെ നന്നായി ഭംഗിയിട്ട് ഈ വെജിറ്റബിൾ കാർവിംഗ് ഒക്കെ ചെയ്യണ പോലെ ഷെയ്പ്പാക്കി തരും. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കഥ ഒന്ന് കേട്ടു നോക്കാം. ഇതാണ് ആള്. നല്ല ഉറക്കത്തിലാണ്. നിങ്ങളുടെ ചെടീൻ്റെ മേലെ ഇതിന് ഒരു ചെറിയൊരു വാലുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഒരു ചെറിയ, ശരിക്കും അത് നേരെ നിൽക്കുകയാണെങ്കിൽ ഒരു നായക്കുട്ടി അല്ലെങ്കിൽ ഒരു ആടിൻ്റെ കുട്ടിയൊക്കെ നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു തൂങ്ങിയിരിക്കുന്ന ചെറിയൊരു വായുണ്ട്. ഇവിടെ 2 കൈ പോലുള്ള ഭാഗങ്ങളുണ്ട്. ഇത് ശലഭത്തിൻ്റെ പുഴുവാണ്. അപ്പം ഞാൻ ഇതിനൊന്നും നശിപ്പിക്കില്ല കേട്ടോ, കൊല്ലില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ഒരുവിധം ചെടിയൊക്കെ ഇല കൊഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇല ഉള്ള ഏതെങ്കിലും ഒരു ചെടീൻ്റെ മേലെ ഇതിനെ കൊണ്ടുവച്ച് കൊടുക്കും. അപ്പോൾ ഈ ചെടി ഞാൻ ഇവിടെ നിർത്തും, കാരണം ഇതിൻ്റെ ഭാഗമെല്ലാം പുതിയ നാമ്പുകളെല്ലാം ഇവരെന്നെ തിന്ന് തീർത്തു. ഇനി ഇതിൻ്റെ മേലെ ആയിക്കോട്ടെ, ഇനി ബാക്കി ചെടിയിലേക്ക് പോയാൽ ബാക്കി ചെടിയും തിന്ന് തീർക്കുന്നുള്ളത് കൊണ്ട് ഇതുമ്മ നിലനിർത്തുകയാണ് ഞാൻ ചെയ്യുക. ഇത് നിശാശലഭത്തിൻ്റെ പുഴുവാണ്. രാത്രി നമ്മളുടെ അകത്തൊക്കെ വന്നിട്ട് ട്യൂബ് ലൈറ്റിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കളിക്കുന്നതാണ്. ഭംഗി കുറഞ്ഞ അല്ലെങ്കിൽ സർപ്പശലഭങ്ങൾ എന്നൊക്കെ പറയുന്ന ആ രൂപത്തിലുള്ള ഒരു കളർ, അങ്ങനെ മങ്ങിയ കളറോട് കൂടിയ ശലഭങ്ങളുണ്ട്, രാത്രി വരുന്ന നിശാശലഭങ്ങൾ. ഇതിനെയൊന്നും നിങ്ങൾ നശിപ്പിക്കരുത്. ഞാനത് പറയാൻ കാരണം എന്താ പറയുക, ഞാൻ ഈ ശലഭങ്ങളുടെ ക്ലാസ് എടുക്കുകയും ശലഭങ്ങളുടെ തോട്ടം നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പുഴുവിനെ കണ്ടാൽ ഞാൻ അതിനെ നശിപ്പിക്കില്ല. മറ്റുള്ള ആൾക്കാർ ഇതിനെ എടുത്ത്, ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കാലം മുന്നേക്ക് ഇതിനെടുത്തിട്ട് പിന്നെ വെള്ളത്തിലിടും, അല്ലെങ്കിൽ പുറത്തേക്ക് എറിയും, അല്ലെങ്കിൽ കോഴി ഉണ്ടെങ്കിൽ അതിനിട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിനെ കുറിച്ച് പഠിച്ചു വന്നപ്പോഴാണ് ഇത് ഇന്ന സാധനമാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നശിപ്പിക്കില്ല. അടീനിയം ഒരു ശലഭസസ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടീനിയത്തിൽ വന്നിട്ട് ഞാൻ അങ്ങനെ തിന്നുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എൻ്റെ അടീനിയത്തിൻ്റെ റൂട്ടും ഭാഗങ്ങളൊന്നും കേടില്ല, നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം നല്ല ചെടീൻ്റെ മേലെ ഇവർ വന്നിട്ട് ശലഭം മുട്ടടുള്ളൂ. ഇതല്ല പച്ചപ്പുഴുവും കണ്ടിട്ടുണ്ടാവും, അതൊക്കെ സാധാരണ ശലഭത്തിൻ്റെ പുഴുക്കളാണ്. ശലഭങ്ങൾ മുട്ടയിടുക ഹെൽത്തി ആയ ചെടി ഏതാണ് നോക്കിയിട്ട് അതിൻ്റെ ഏറ്റവും തളിരിലകളിലാണ് പോയി മുട്ടയിടുക. എന്താണ് തളിരിലകൾ മുട്ടയിടാൻ കാരണം, അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനത് മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ശലഭത്തിൻ്റെ പുഴു, നിശാശലഭത്തിൻ്റെ പുഴു ഇവിടെ തന്നെ നിന്നോട്ടെ. ഇത് കഴിഞ്ഞാൽ ഇവർ ഇതിനേക്കാൾ കുറച്ചും കൂടി വലുതാവും. ഇത് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നറിയോ, നമ്മളെ പറയുന്നേക്കാൾ കുറച്ച് സ്പീഡിൽ ആളിറങ്ങിയിട്ട് വേറൊരു ചെടിയിലേക്ക് മെല്ലെ അരിച്ച് രാത്രിയോ എപ്പോഴാച്ചാൽ പോവും. അപ്പോൾ വെയിലുള്ള സമയത്തൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്നിട്ട് ഇവർ തിന്നും. ഇതെല്ലാം ഭംഗിയിൽ 2 കണ്ണൊക്കെ ഇവിടെ കാണാനുണ്ട്. അത് കണ്ണ് തുറന്ന കണ്ണാണോ ഒന്നും നമുക്കറിയില്ല. ഒരു കണ്ണിൻ്റെ പെയിൻറ്റ് നല്ല ഭംഗിയിൽ കണ്ണിൻ്റെ കളറാക്കി അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുഴുവിനെ കാണാൻ രസമാണ്, പക്ഷേ നിങ്ങളുടെ ചെടിയൊക്കെ തിന്ന് നശിപ്പിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ കൊല്ലുക എന്ന് പറഞ്ഞൊരു തെറ്റാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം 2 ദിവസമെങ്കിലും വേപ്പെണ്ണയും സോപ്പും കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വന്ന് മുട്ടടാൻ ശലഭം വന്നിരിക്കുമ്പോൾ അവിടെ സ്മെല്ല് വരുമ്പോൾ അവർ വേറെ ചെടിയിലേക്ക് പോയിക്കോളും. നമ്മളെ ചെടിയിൽ ഇരിക്കില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, വേറെ ചെടിയിലേക്ക് പോയിക്കോട്ടെ, വേറെ സ്ഥലത്തെ മറ്റു ചെടികളിലേക്ക് പോയിക്കോട്ടെ. അടീനിയത്തെ തിന്ന് പിന്നെ ഇതിന് പെസ്റ്റിസൈഡ് അടിച്ച് നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതിനെടുത്ത് കളയുന്ന ആളുകളുണ്ട്, അതെല്ലാം. പക്ഷെ നമ്മളിത് എടുത്ത് ഒരു ഇതിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ചെടിയിലേക്ക് ഒന്നിച്ച് വെക്കുകയോ ചെയ്തെന്ന് വെച്ചാൽ അവർ വളർന്ന് അങ്ങനെ പോയിക്കോളും. ഈ നിശാശലഭങ്ങൾ പറഞ്ഞാൽ രാത്രി വിരിയുന്ന പൂക്കളിലും ചില ചെടികളിലും പരാഗണം നടത്താൻ സഹായിക്കുന്നത് നിശാശലഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രകൃതിക്ക് വേണ്ടൊരു ഘടകമാണ്. നമുക്ക് ചെടി നശിപ്പിക്കും, അത് വേറെ കാര്യം. ഇപ്പൊ ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു നല്ലൊരു കർഷകൻ അല്ലെങ്കിൽ നഴ്സറി നടത്തുന്ന ആളൊക്കെ ഈ ശലഭപ്പുഴുക്കളെ എല്ലാം നശിപ്പിക്കുന്നത് മുഴുവൻ നമ്മൾ കൃഷി നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ അതിൽ നമ്മൾ ഇവയെ നിലനിർത്തിയാലേ ഈ പരാഗണം നടക്കുള്ളൂ എന്നുള്ള കാര്യം അതിനൊപ്പം ചിന്തിക്കുക. അപ്പം നമ്മൾ അകറ്റുക എന്ന് വേണമെങ്കിൽ പറയാം, നശിപ്പിക്കുക എന്നുള്ളത് ഒഴിവാക്കണം. നിങ്ങളുടെ ചെടിയിലും ഇത്തരം പുഴുക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.